ശബരിമല സ്വർണ്ണമോഷണ കേസ് അന്വേഷണത്തിന് പുറത്തേക്ക് ബംഗളൂരുവിലും ഹൈദരാബാദിലും അന്വേഷണം നടത്തും. ബംഗളൂരുവിലെ അനന്തസുബ്രഹ്മണ്യത്തിന്റെ വീട്ടിലും ഹൈദരാബാദിലെ മന്ത്രയിലും നേരിട്ടെത്തി പരിശോധന നടത്തും. സ്മാർട്ട് ക്രിയേഷൻ സിഇഒയെ, അതായത് ഭണ്ഡാരിയെയും പങ്കജ് ഭണ്ഡാരിയെയും ചോദ്യം ചെയ്യാൻ നീക്കമുണ്ട്. 3 സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം നടത്താനാണ് തീരുമാനം. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, വെരി ഗുഡ് മോർണിംഗ്. ഹരിമോഹൻ, ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണോ? ഇപ്പോൾ റൂട്ട് മാപ്പ് വരയ്ക്കേണ്ടി വരുന്നൊരു അവസ്ഥയിലാണല്ലോ അല്ലേ? സന്നിധാനത്ത് നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് ജയറാമിൻ്റെ വീട്ടിൽ നിന്ന് വീണ്ടും ബാംഗ്ലൂര്, അവിടെ അയ്യപ്പ ക്ഷേത്രം, പിന്നീട് വാഴക്കുളത്തെ അജിമോഹൻ്റെ വീട്, പിന്നീട് അവിടെ നിന്ന് ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ നിന്ന് പിന്നീട് വീണ്ടും ശബരിമല. ഇങ്ങനെ ഒരു റൂട്ട് മാപ്പ് വരച്ചിട്ടുണ്ടോ അന്വേഷണ സംഘം? ഹൈദരാബാദിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണോ അവർ? ഹരി, ഗുഡ് മോർണിംഗ് അരുൺ. തീർച്ചയായിട്ടും ഹൈദരാബാദിലേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. അതിന് ഈ പറയുന്ന എണ്ണം പോരാതെ വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു 3 സംഘങ്ങളായി 2-3 പേർ വീതം മാത്രമായി തിരികേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. കാരണം ആദ്യം ഹൈദരാബാദിലേക്ക് കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ബാംഗ്ലൂർ ഒരു നിർണായക കേന്ദ്രമായി മാറുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിഗമനം. കാരണം ഈ ദ്വാരപാലക പാളികൾ വാങ്ങിക്കുന്നത്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി അത് സ്വീകരിക്കുന്നത് അനന്തസുബ്രഹ്മണ്യം എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ അനന്തസുബ്രഹ്മണ്യം ബാംഗ്ലൂരിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. ആ ബാംഗ്ലൂരിലെ വീട്ടിൽ ഏറെ ദിവസം ഇത് വെച്ചിട്ടാണ് അവിടെ നിന്ന് ഹൈദരാബാദിലേക്ക്, പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ഹൈദരാബാദിലെ മന്ത്രയിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ബാംഗ്ലൂരിൽ നേരിട്ടെത്തിക്കൊണ്ട് ഈ ദ്വാരപാലക പാളികൾ വെച്ചിരുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്താനാണ് തീരുമാനം. മാത്രമല്ല, ഈ അനന്തസുബ്രഹ്മണ്യം എന്ന് പറയുന്ന ആളെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നുണ്ട്. ഇതിൽ ചില കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങളെ ഇതുവരെ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അതിലൊരാൾ ഈ അനന്തസുബ്രഹ്മണ്യമാണ്, മറ്റൊരാൾ ഹൈദരാബാദിലുള്ള നാഗേഷാണ്, പിന്നൊന്ന് നാഗേഷ് തന്നെയാണോ എന്ന് സംശയിക്കുന്ന കൽപേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടിയുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ചുള്ള അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായും ഇവരെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ നേരിട്ട് കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടുമാണ് ഈ ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ഒക്കെ തന്നെ പരിശോധന നടത്താൻ വേണ്ടി ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, സ്മാർട്ട് ക്രിയേഷൻസിൽ തുടർച്ചയായ 2 ദിവസം പരിശോധന നടത്തിയിട്ടും ഇവർക്ക് ആവശ്യമായ രേഖകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൂടി ഗുരുതരമായ ഒരു പ്രശ്നമായിട്ട് അവർ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആ രേഖകൾ നശിപ്പിച്ച് കളഞ്ഞിരിക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ വീണ്ടും പരിശോധന നടത്തുക, അതായത് ഒരു റെയ്ഡിന്റെ സ്വഭാവത്തിൽ തന്നെ ഉള്ള പരിശോധന നടത്തുക. ഒപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരി എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ രേഖകൾ കാണാതായതിൽ ഭണ്ഡാരിക്ക് പങ്കുണ്ട് എന്നതടക്കമുള്ള നിഗമനങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പങ്കജ് ഭണ്ഡാരിയെയും ചോദ്യം ചെയ്യും. നിലവിൽ 3 സംഘങ്ങളായി തിരിഞ്ഞ് ഹൈദരാബാദിലും ബാംഗ്ലൂരിലും ചെന്നൈയിലും പരിശോധന നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. 2 എസ്പിമാരായിരിക്കും അതിന് നേതൃത്വം നൽകുക. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഹൈദരാബാദിലേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ ഇവർ പോകും. അരുൺ, ഓക്കെ ഹരി, അങ്ങനെ SIT ഒരു ടൂർ പോകേണ്ടി വരുന്ന അവസ്ഥയിലാണ്. സന്നിധാനം, ചെന്നൈ, ബാംഗ്ലൂര്, ഹൈദരാബാദ്, എവിടേക്കാണ് കൊണ്ടുപോയത്? യഥാർത്ഥത്തിൽ സംഭവിച്ചത് സ്വർണം ഉരുക്കിയെടുത്തു എന്നുള്ളതല്ല. സ്വർണം പോയെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വെക്കും. പക്ഷേ പ്രശ്നം അതല്ല, അതിൽ വിശ്വാസം കൊണ്ടുപോയിട്ടാണല്ലോ ഇവർ ഈ കച്ചവടം നടത്തിയിരിക്കുന്നത്. ശബരിമലയിൽ അയ്യപ്പൻ്റേതെന്ന് പറഞ്ഞ് എന്ത് സാധനം കൊണ്ടുപോയി പൂജിച്ചാലും അതിന് വലിയ വിശ്വാസം മൂല്യമുണ്ട്. ആളുകൾ വരും, അത് കാണാൻ വരും, അവിടെ പ്രാർത്ഥിക്കാൻ വരും. കാര്യം അവിടെ അയ്യപ്പനോടുള്ള വിശ്വാസമാണ്. അതാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി മുതലെടുത്തത്. എന്തായാലും പോറ്റി വല്ലാത്തൊരു പണിയായിപ്പോയി. പ്രിയപ്പെട്ട